ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു വാഴക്കൊല പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് വെട്ടിവെക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വെട്ടാം. കണ്ടോ, പഴുത്ത് തുടങ്ങി. അതിൻ്റെ ഒരു പടല പഴുത്തു. ഇനി അതെടുത്തില്ലെങ്കിൽ അണ്ണാന്മാർ കൊണ്ടുപോകും. അപ്പോൾ നമുക്കതിനെ വെട്ടാം. ആയി നമ്മളിപ്പോൾ വാഴക്കൊല വെട്ടാൻ പോവുകയാണേ. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. മോൾ കാണിച്ചെടുത്ത് കണ്ടു, ചെറുതായിട്ട് വെടിച്ചു. പക്ഷെ അണ്ണാൻ എടുത്തില്ല. അതിന് മുമ്പേ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, പതിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതിന് വെട്ടാം. പിന്നെ ഇത് അത്ര മുറിച്ചില്ല. പിടിക്കുന്നതിന് വാഴ താഴെ വീണു. സാരില്ല, പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. കണ്ടോ ഗൈസ്, പഴുത്ത് തുടങ്ങി. എത്ര പോരാട്ടോ. കണ്ടോ വാഴക്കൊല നല്ല പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ല, അണ്ണാൻ ഒന്ന് എടുത്തു കേട്ടോ. കണ്ടോ, ഒരെണ്ണം അണ്ണാൻ എടുത്തു. നമുക്ക് അതിനിപ്പോൾ തന്നെ ഈ എന്താ പറയുക, നമുക്ക് വീട്ടിനകത്തോട്ടേ കൊണ്ടുപോകണ്ട കേട്ടോ, ഒത്തിച്ച് കളയാൻ. ഈ നിപ്പ വൈറസിൻ്റെ ഒക്കെ നമുക്ക് പേടിയായതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് കളഞ്ഞേക്കാം. അപ്പം നമ്മൾ അങ്ങനെ വാഴക്കൊല വെട്ടിയിരിക്കുകയാണ്. വിജയശ്രീ ലാളിതയായി വരെയാണ് കർഷക ശ്രീ ലാട്. ഓക്കെ, നമുക്ക് ഈ കൊല ഇനി കുറച്ച് വെയിലത്ത് വയ്ക്കാം കേട്ടോ. ശകലൊന്ന് വെയിൽ കൊണ്ടിട്ടെടുത്ത് അകത്ത് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് ഇച്ചിരി സൂര്യപ്രകാശമാക്കട്ടെ. അപ്പോൾ ആ കൂട്ടത്തിൽ വെട്ടി തളർന്ന ക്ഷീണത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നും പഴുത്തുള്ളി കളഞ്ഞു. പിന്നെ ഇങ്ങനെയുണ്ടോ നോക്കാമല്ലോ. നല്ല പഴുത്തിട്ടില്ല, പക്ഷേ തോടിനെ ഉള്ള പഴമല്ല പഴുത്തിട്ടുണ്ട്. കഴിച്ചോട്ടെ. നല്ല മധുര, പുളിയൊന്നുമില്ല. ഈ വാഴയുടെ എന്താ പേരെന്ത്? ഇത് പാളയം കൊണ്ടൊന്നും അണ്ണാർക്കണ്ണനൊന്നും അല്ല കേട്ടോ. പിടിയിട്ടില്ല. സങ്കരനാണെന്ന് തോന്നുന്നു കേട്ടോ. പാളയം കൊണ്ടും ഈ അണ്ണാർക്കണ്ണനോ പൂവാൻ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സങ്കരയാണ്. സത്യം പറഞ്ഞാൽ പുളി ഒട്ടുമില്ല. വാഴ പിടിയിട്ടില്ല കേട്ടോ. പക്ഷെ അപ്പച്ചേക്കും നട്ടവർക്ക് വാഴയുടെ കണക്കറിയില്ലേന്ന്. ഞാനല്ല കേട്ടോ. ഇവിടെ നിൽക്കുന്നത് എവിടെ വന്ന സ്ഥലം? കായംകുളം. ചേച്ചിയുടെ വീട്ടിൽ വന്ന് വാഴ അവർ നട്ട വാഴയെ ഞാൻ വെട്ടി അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് പഴവും ഞാൻ തന്നെ ആദ്യമായിട്ട് കഴിച്ചു. നല്ല തണുപ്പ് ഫീൽ ചെയ്യണ ഒരു എന്തായാലും നല്ല അടിപൊളി പഴം. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വാഴ വെട്ടി കണ്ടല്ലോ, ഇതുപോലെ വെട്ടി എടുത്തോണം കേട്ടോ. അപ്പം ശരി, ബായ്. ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ഞാൻ കഴിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട അല്ലേ, അതാ ഞാൻ പറഞ്ഞില്ലേ, കഴിച്ചപ്പോൾ നല്ല വയറിനൊരു തണുപ്പ് പോലെ ഫീൽ ചെയ്തു. ഭഗവാൻ ഇഷ്ടപ്പെട്ട കദളിപ്പഴമാണ് ഇത്. നമുക്ക് കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ പഴുപ്പൊക്കെ അത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് നല്ല വലിയ മഞ്ഞ കളറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ള വാഴക്കൊലയാണ് ഞാനിപ്പോൾ വെട്ടി നിങ്ങളെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ബൈ.